ഹലോ! അങ്ങനെ നമ്മുടെ പത്തരമാറ്റിൽ നയനയും ദേവയാനിയും കൂടി അനന്തപുരി തറവാട്ടിൽ നിന്നും പോകുവാട്ടോ. അപ്പൊ നമ്മുടെ ചന്തുമോള് ഭയങ്കര നയനയെ കെട്ടിപ്പിടിച്ചൊക്കെ കരയുന്നുണ്ട്. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, അവളിവിടെ വന്നതിന് ശേഷം അവളുടെ സ്വന്തം അമ്മയെ പോലും കാണണോന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല. അതിനൊക്കെ കാരണം നീയാണ്. അപ്പൊ നീ ഇവിടുന്ന് പോകുമ്പോൾ അവള് കരയാതിരിക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സങ്കടക്കണ്ണീരാട്ടോ അവിടെ നടക്കുന്നത്. നമ്മുടെ നയനയും ചന്തുമോളും ഭയങ്കര പിരിയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുവാണേ. അപ്പൊ നമ്മുടെ മുത്തശ്ശി ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ നമ്മുടെ നയന എന്തോ വന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശ് മോൻ പോയ പിന്നാലെ നയനമോളും പോയപ്പോൾ ഞാൻ ആകപ്പാടെ ചത്തിരിക്കുകയാണ്. അതിനിടയിൽ നീ വന്ന് ഓരോന്നും കുത്തല്ലേ നവ്യ എന്നും പറഞ്ഞിട്ട് നവ്യനെ കുറെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ഓ നിങ്ങളൊക്കെ ഈ ആദർശം പറഞ്ഞ് നടക്കുന്ന ഈ ആദർശേട്ടൻ എന്ന് പറഞ്ഞ ഒരാള് എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു പാവം പെൺകുട്ടിയെ വഞ്ചിച്ച് അതിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കി, പിന്നെ എന്റെ അനിയത്തിനെ കെട്ടി അവളുടെ ജീവിതം നശിപ്പിച്ച ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ കുറെ എണ്ണിപ്പറക്കുന്നൊക്കെയുണ്ട്. പ്രത്യേകിച്ച് മറുപടി ഒന്നും നമ്മുടെ മുത്തശ്ശി കൊടുക്കുന്നില്ല കേട്ടോ. അപ്പുറത്ത് നമ്മുടെ മുത്തശ്ശന്റെ മനസ്സ് നമ്മൾ പ്രേക്ഷകർ അറിയുന്നത് ഇന്നാട്ടോ. മുത്തശ്ശിയോട് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ ജയിച്ച് തിരികെ വരണമെങ്കിൽ എനിക്ക് ഇതേ ഒരു വഴിയുള്ളൂ, അവനെ ഞാൻ ഇനിയും അവഗണിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പാവം നമ്മുടെ ആദർശ് മോന്റെ നല്ലതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ, നമുക്ക് അറിയാമായിരുന്നു. എന്നാലും മുത്തശ്ശന്റെ വായിൽ നിന്നും കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ആദർശിന്റെ അരികിലേക്ക് നമ്മുടെ നയനയും ദേവയാനിയും വരുന്നതും നമ്മുടെ ആദർശ് അവരെ സ്വീകരിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.